Hello all. So, we are going to continue our numerical. Next step is design of toe slab. Now, we have completed design of stem. We complete. Next is design of toe slab. We know that the depth of toe slab is 500 mm or 0.5 mm. So, effective depth is a cover of 60 mm provided. Effective depth is equal to 440 mm. Okay. That's why we know. This toe slab is AST, area of steel, and spacing. But first of all, we have to identify how much moment is coming over this toe, or how much moment is coming over this point. Okay, here moment ഏറ്റവും കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു പോയിന്റില് മൊമെന്റ് എത്രയാണ്? ഈ ടോ സ്ലാബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റ് ആണ് ഏറ്റവും കൂടുതൽ മൊമെന്റ് ഉണ്ടാവുന്നത്. സോ അബൌട്ട് ദിസ് പോയിന്റ്, ഈ ടോ സ്ലാബ് അവസാനിക്കുന്ന സ്റ്റെം സ്ലാബ് തുടങ്ങുന്ന ആ ഒരു പോർഷന് അക്കോർഡിംഗ് ടു ദാറ്റ് പോയിന്റ് നമ്മൾ എന്തെടുക്കണം? മൊമെന്റ് എടുക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പോർഷനിൽ വരുന്ന വെയിറ്റ്, ഏതൊക്കെ വെയിറ്റ് ആണുള്ളത് എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോ അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ വി നോ ദാറ്റ് ഈ കോൺക്രീറ്റിന്റെ വെയിറ്റ് ഉണ്ട് അല്ലെ, കോൺക്രീറ്റിന്റെ വെയിറ്റ് ഉണ്ട് W1 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് x1. ഇതൊരു റെക്ടാംഗിൾ ആയതുകൊണ്ട് x1 വിൽ ബി ഹാഫ് ഓഫ് ദ വിഡ്ത്ത്, അല്ലെങ്കിൽ ഇത് ഈ ഡിസ്റ്റൻസ് എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും x1 എന്ന ഡിസ്റ്റൻസ്. എന്തുകൊണ്ടാണ്? ഈ ടോട്ടൽ ദ വെയിറ്റ് ആക്ടിങ് ഓൺ ദി ടോ സ്ലാബ് is concentrated. If it is a concentrated load, it will be concentrated at x1 distance from this point. Okay. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റെക്ടാംഗിൾ ആയതുകൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസിന്റെ പകുതിയായിരിക്കും. അല്ല, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുമ്പ് എങ്ങനെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ്, അതിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് x1 എന്ന് പറഞ്ഞിരിക്കുന്നത്. വേറെ എന്തൊക്കെ ലോഡ്സ് ആണ് വരുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു, തൊട്ട് മുമ്പേ പറഞ്ഞിരുന്നു, ലോഡ് ഇങ്ങനെ വരുമ്പോ സോയിൽ എക്സേർട്ട് ചെയ്യുന്നൊരു, സോയിലിന്റെ മുകളിൽ പ്രഷർ വരുമ്പോ സോയിൽ ഓപ്പോസിറ്റ് ആയിട്ട് മുകളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ട് അല്ലെ, അതാണ് സിഗ്മ മാക്സ്, സിഗ്മ മിനിമം ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പോ നമ്മൾ ഇങ്ങോട്ടൊരു ലോഡ് എക്സേർട്ട് ചെയ്യുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് സോയിൽ പ്രഷർ എക്സേർട്ട് ചെയ്യും. അതിന്റെ ഒരു ഡയഗ്രാം ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ആ സോയിൽ പ്രഷർ എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദാറ്റ് മൊമെന്റ് ഓൾസോ. ആ മൊമെന്റും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ആ മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാനും കൂടി പറ്റണം. നമ്മുടെ ആ രണ്ട് മൊമെന്റിന്റെയും ഒരു സം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ടോ സ്ലാബ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ കാൽക്കുലേറ്റ് ഹൗ മച്ച് മൊമെന്റ് ആൻഡ് ഹൗ മച്ച് വെയിറ്റ് ഡസ് ഈച്ച് പാർട്ട് ഗിവ്. ഓക്കെ, അപ്പോ ഞാൻ ആ ഡയഗ്രാം ഒന്നും കൂടെ വലുതാക്കി വരച്ചിട്ടുണ്ട്. സോ വി നോ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഓർ ദ ഡെപ്ത് ഇസ് 0.5 and the distance is 1.2 meters. Okay. So here we have W1 which is acting at the center of 1.2, because the center of gravity of the toe slab lies at the center of 1.2 meters. പിന്നെ വരുന്നത് എന്താണ്? ഇവിടെ വരുന്ന സോയിൽ പ്രഷർ ഏതാണ്? സോയിൽ പ്രഷർ it is in this area, അല്ലെ, ഇത്രയും സോയിൽ പ്രഷർ ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഈ ബേസ് ടോ സ്ലാബിൽ മാത്രം ആക്ട് ചെയ്യുന്നത് ഇത്രയും സോയിൽ പ്രഷർ ആണ്. ആൻഡ് വി നോ ഹൗ ടു ഫൈൻഡ് ദി സോയിൽ പ്രഷർ അറ്റ് ദിസ് പോയിന്റ്. ഇന്റർപോളേഷൻ വഴി നമ്മൾ ഈ പോയിന്റില് സോയിൽ പ്രഷർ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ ദ ഡിസ്റ്റൻസ് എവിടെയും വരുന്ന 1.2 ആണ്. ഇതിന് നമുക്ക് ഈ ഒരു ഷേപ്പിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ റെക്ടാംഗിൾ ആൻഡ് എ ട്രയാംഗിൾ. ഓക്കെ, കാൽക്കുലേഷന്റെ എളുപ്പത്തിന് വേണ്ടി വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് റെക്ടാംഗിൾ ആൻഡ് ട്രയാംഗിൾ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇതൊരു സോളിഡ് ആണ്. ഓക്കെ, ഇതൊരു സോളിഡ് ആണ്, എന്താ പറയാ, പക്ഷെ ഈ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു പ്രഷറിനെ നമ്മൾ കാണിച്ചിരിക്കുകയാണ്. സ്ട്രെസ്, അവിടെ വരുന്ന ടോട്ടൽ സ്ട്രെസ്സിനെ കാണിച്ചിരിക്കുന്ന ഒരു ഡയഗ്രാമാണ്. രണ്ട് വ്യത്യാസമാണ്, പക്ഷേ നമ്മളത് ഒന്നായിട്ടാണ്. അതിന്റെ എഫക്റ്റ് വരുന്നത് സെയിം ആയതുകൊണ്ട് അതിനെ മൊത്തത്തിൽ ഒരുപോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. സോ
എങ്ങനെയാണ് പ്രഷർ ഇൻടു ഏരിയ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ് ഇൻടു ഏരിയ, ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ ഇത് വെയിറ്റ് ആണ്, അതുപോലെ ഇവിടെയുള്ള വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻടു ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഇവിടെയുള്ള സ്ട്രെസ് നമുക്ക് ഓൾറെഡി ഉണ്ട്, ഇനി അവിടെയുള്ള ഏരിയ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ W2 ആണ് ഇവിടെ. W2, it is also acting at the center of gravity for this portion is W2, which is acting at a distance 1.2 by 2 from the stem. Okay. പിന്നെ എന്താണുള്ളത്? പിന്നെ നമുക്കുള്ളത് ഒരു ട്രയാങ്കിൾ പോർഷൻ ആണ്, which we take it as W3, and this acts at a distance of 1/3. Okay, from the top 1/3 distance. ആ ഒരു ഡിസ്റ്റൻസിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. സോറി, 1/3 അല്ല, 2/3 ഡിസ്റ്റൻസിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ബേസിൽ നിന്ന് 1/3 ആൻഡ് ടോപ്പിൽ നിന്ന് 2/3 ഡിസ്റ്റൻസിലാണ് W3 ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് പറയാം. ഇതൊരു സ്ട്രെസ് ആണ്, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു സോളിഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ലോഡ് എന്ന് പറയുന്നത് ഇതിന്റെ വെയിറ്റ് ആണ്. ഈ വെയിറ്റ് ആണ് ഈ ലോഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വരുന്ന ലോഡ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻടു ഏരിയ ഓഫ് സ്ട്രെസ്. അപ്പം ഈ ഒരു സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിലെ അതിന്റെ ഏരിയ എത്രയാണ്? ഏരിയ ഇൻടു സ്ട്രെസ് ആണ് നമ്മളിവിടെ ലോഡാക്കി എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൊമെന്റ് M1 നോക്കാം. M1 അബൌട്ട് ഈ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ മൊമെന്റ് എടുക്കേണ്ടത്. ഓക്കെ, M1 = W1 into X1. This is X1. അങ്ങനെയാണെങ്കിൽ W1 എന്താണ്? This is concrete. So density is 25 into area. Area എത്രയാണ്? 1.5 into 0.5 into volume ആണ്. 1.2 into 0.5 into 1. 1 എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇങ്ങോട്ടാണ് അല്ലെ, ഇങ്ങോട്ടാണ് ഇത് ഇങ്ങനെ പോവുകയാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. സോ 1 meter. അപ്പൊ വോള്യൂം ആയി ഡെൻസിറ്റി ഇൻറ്റു വോള്യൂം വിൽ ഗിവ് വെയിറ്റ് അല്ലെ, ലോഡ് കിട്ടി. പിന്നെന്താ വേണ്ടത്? ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് 1.2 into half, 1.2/2. അത്രയും ചെയ്യുമ്പോൾ നമുക്ക് 9 kilonewton meter എന്ന് കിട്ടും. ഇത് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? താഴോട്ടാണല്ലേ ആക്ട് ചെയ്യുന്നത്, താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ അബൌട്ട് ദിസ് പോയിന്റ് ആണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആ മൊമെന്റ് വരുന്നത്. അതവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? മൊമെന്റ് ഡ്യൂ ടു. നെക്സ്റ്റ് വിൽ കൺസിഡർ മൊമെന്റ് ഡ്യൂ ടു W2, അതായത് ഈ ഒരു പോർഷൻ കാരണമുള്ള മൊമെന്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള സ്ട്രെസ് എത്രയാണ്? ഇവിടെയുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് ഈ റെക്ടാംഗിൾ ആണ് എടുത്തിരിക്കുന്നത്. സ്ട്രെസ്, മാക്സിമം സ്ട്രെസ് 82.18 ആണ്. ഈ ഒരു റെക്ടാംഗിൾ ആയതുകൊണ്ട് 82.18 ആണ്. അപ്പൊ സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്യുക 82.18. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഏരിയ ആണ് വേണ്ടത് അല്ലെ. ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡെപ്ത് ആണ് സ്ട്രെസ്സിന് എടുത്തിരിക്കുന്നത്. ഏരിയ എന്ന് പറയുമ്പോൾ ദിസ് ഡിസ്റ്റൻസ് ഇൻറ്റു അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, അതാണ് കേട്ടോ ഏരിയ. കാരണം എന്താണ്? ഏത് ഏരിയയിലാണ് ഇത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്? ഇത് 82 എന്നുള്ളത് സ്ട്രെസ് ആണ്. ഏത് ഏരിയയിലാണ് ആക്ട് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഒരു ഡിസ്റ്റൻസിലാണ്. അപ്പൊ 1.2 into 1 ഇങ്ങോട്ട്. ഓക്കെ, അങ്ങനെ ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്? 82.18, ദാറ്റ് ഇസ് ദ സ്ട്രെസ്, ഇൻറ്റു ഏരിയ 1.2 into 1 ആണ് നമ്മുടെ വെയിറ്റ് അല്ലെങ്കിൽ ലോഡ് എന്ന് പറയുന്നത്, W2 എന്ന് പറയുന്നത്. ഇൻറ്റു 1.2 into 2, അതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എന്നിട്ട് ഇങ്ങോട്ടാണല്ലോ, ഈ ഒരു പോയിന്റിലേക്കാണ് എടുക്കേണ്ടത്. സോ ഇൻറ്റു 1.2/2 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടും. അതാണ് M2 എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് 59.16 kilonewton. ഇത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് നോക്കൂ. ഇത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? അപ്വേർഡ് ആണ് അല്ലെ ആക്ട് ചെയ്യുന്നത്. W2 അപ്വേർഡ് ആണ് കേട്ടോ, അപ്വേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇതും അപ്വേർഡ് ആണ്. സോയിൽ പ്രഷർ ആണ്, സോയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആണ്, അപ്വേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്വേർഡ് ഈ ഒരു പോയിന്റിലേക്ക്. സോ അത് ഇങ്ങോട്ടാണ്. ദാറ്റ് ഇസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, അത് വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഇസ് W3 into X3, അതാണ് M3 എന്ന് പറയുന്നത്. W3 into X3 എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ട്രെസ് ആണ് നമുക്ക് വേണ്ടത്. ആ ഒരു സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്?
102.22 മൈനസ് 82.18 ആണ് അല്ലെ. ഈ ഡെപ്ത് ആണ്, സ്ട്രെസ് എന്ന് പറയുന്ന ഈ ഡെപ്ത് ആണ് നോക്കേണ്ടത്. അപ്പൊ 102.22 മൈനസ് 82.18 ആണ്. അതിന്റെ വാല്യൂ വരുന്നത് 20.04 ആണ്. ഓക്കെ, 20.04 ആണ്. ഇനി എന്താ വേണ്ടത്? ആ ഒരു സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റു ഏരിയ ആണ് അല്ലെ. സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. സോ 20.04 into half into base, half into base, triangular portion ആണ്. So 20.02 half into base into 1 meter. Okay, into 1 meter. അങ്ങനെയാണ് നമുക്ക് ഏരിയ എടുക്കുന്നത്. പിന്നെന്താ വേണ്ടത്? ഇനി അതിന്റെ ഡിസ്റ്റൻസ് വേണം അല്ലെ. x3 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വേണം. ഈ ഒരു ഡിസ്റ്റൻസ് വേണം. ദാറ്റ് ഇസ് 2/3 of 1.2. 2/3 of 1.2. സെന്റർ ഓഫ് ഗ്രാവിറ്റി ട്രയാങ്കിളിൽ ആക്ട് ചെയ്യുന്നത് ഫ്രം ടോപ്പ് ആണെങ്കിൽ 2/3 into 1.2 ആണ്. അപ്പൊ നമ്മുടെ വാല്യൂ വരുന്നത് 9.62 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. ഇതും അപ്വേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ആക്ടിങ് അബൌട്ട് the end of the toe slab, that is the starting of the stem slab, and so it is clockwise direction. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇനി നെറ്റ് മൊമെന്റ് എന്ന് പറയുന്ന ഈ 3 മൊമെന്റിന്റെയും എന്താണ് സം ടോട്ടൽ ആണ്. M1 അത് നമുക്ക് എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതോട് -9. Now the other 2 moments are positive അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആണ്. So we are taking it both as positive. And the sum total we get 59.78 kilonewton meter. അതാണ് വർക്കിംഗ് മൊമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് we have to find out the design moment. അപ്പൊ എന്താണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 89.67 kilonewton meter അതാണ് പറഞ്ഞിരിക്കുന്നത്. That means that much moment is acting at this point of the toe slab. അത്രയും മൊമെന്റ് നമ്മുടെ toe slabൽ ആക്ട് ചെയ്യുന്നുണ്ട്. So what we have to do? We have to design toe slab such that it resists this much moment. Okay. അപ്പൊ അത്രയാണ് പറയാനുള്ളത്. അങ്ങനെയാണ് നമ്മുടെ മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഓക്കെ, നമുക്കറിയാം ടോ സ്ലാബിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ ഡെപ്ത് സഫീഷ്യന്റ് ആണോ, അതുപോലെ അതിന്റെ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എത്രത്തോളം ഉണ്ട്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ചെക്ക് ഇഫ് ദ എഫക്റ്റീവ് ഡെപ്ത് ഓർ ദ ഡെപ്ത് ഗിവൺ ഫോർ ദ ടോ സ്ലാബ് ഇസ് സഫീഷ്യന്റ്. അതിനു വേണ്ടിയിട്ട് ഡെപ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? MU ലിമിറ്റ് എന്ന ഈ ഒരു ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. 0.36 XU max by D into 1 minus 0.42 XU max by D FCK BD square. We know what is the value of XU max by D. It is given in the code IS 456 2000. അപ്പൊ XU max by D എന്ന് പറയുന്നത് ഓരോ 415 250 അല്ലെങ്കിൽ 500 ഏതാണ് നിങ്ങളുടെ സ്റ്റീൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. അപ്പൊ 415 ഇറ്റ് ഇസ് 0.48 അത്രയാണ്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we know that the design moment is 89.6 into 10 raised to 6 and 0.36. This is 0.48. 1 minus 0.42 0.48. FCK is 20. B 1 meter ആണ്. അപ്പൊ 1000 mm into D square. We don't know the value of D. അതാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അപ്പൊ D is equal to 180.27 ആണ് എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ടോ സ്ലാബ് ആവശ്യമുള്ളത്. റിക്വയർഡ് ആയിട്ടുള്ളത് 180.27 ആണ്. വി ഹാവ് ഓൾറെഡി പ്രൊവൈഡഡ് D ആസ് 440 mm. നമ്മൾ 0.5 ആണ് ടോട്ടൽ ഡെപ്ത് എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ എഫക്റ്റീവ് ഡെപ്ത് നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തത് 440 mm ആണ്. നമുക്ക് ടോ സ്ലാബിൽ റിക്വയർഡ് ആയിട്ടുള്ളത് 180.27 mm ആണ്. ഹെൻസ് ഇറ്റ് ഇസ് സേഫ്. അതിനേക്കാളും കൂടുതലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 440 ആയതുകൊണ്ട് ഇറ്റ് ഇസ് സേഫ്. അതുകൊണ്ട് നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് we move on to the determination of area of main steel. Area of main steelനെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം ഇക്വേഷൻ തന്നെ. MU equal to 0.87 FY AST D into 1 minus FY AST by FCK BD. അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 89.6 into 10 raised to 6 0.87 FY 415 ആണ്. AST അറിയില്ല. D ഡെപ്ത് ഇവിടെ നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് 440 തന്നെയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക. 440 into 1 minus 415 AST by 20 FCK 1000 B എന്ന് പറയുന്ന 1 meter അതായത് 1000 mm
into 440. AST നമുക്ക് കിട്ടി 580.33. Assuming 12 mm dia bars. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? സ്റ്റെമിൽ നമ്മൾ 16 mm ആയിരുന്നു എടുത്തത്. ഇവിടെ നമ്മൾ 12 mm. അത്രയും ഒരു ലോഡ് വരുന്നില്ല എന്നുള്ള രീതിയിൽ 12 mm ആണ് എടുക്കുന്നത്. 12, you can use 12, 16 or 20 spacing നോക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? Pi by 4 into 12 square, that is area of one steel reinforcement by 580.33 total area of steel into 1000. This is the space where we have to spread the reinforcement bars. So we get 194.88 mm. മെയിൻ റെയിൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് നമ്മൾ മെയിൻ റെയിൻഫോഴ്സ്മെന്റ്സിന് യൂസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ലീസ്റ്റ് ഓഫ് ഫോളോയിങ് എന്ന് പറയുമ്പോൾ മെയിൻ റെയിൻഫോഴ്സ്മെന്റ്സിന് ഇറ്റ് ഇസ് 3D 300 or the calculated value which is the least. So 300 ആണ്. Which is the least, 190 is the least. So provide 12 mm bars at 190 mm center to center distance. Next is area of distribution steel that we know. ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റെമ്മില്. അതേപോലെ തന്നെയാണ് AST മിനിമം 0.12% ഓഫ് ഗ്രോസ് ഏരിയ. ഗ്രോസ് ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡെപ്ത് ആണ്. 500 ആണ് ടോട്ടൽ ഡെപ്ത്. ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ആ ഒരു എത്ര ഏരിയയിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 1 മീറ്റർ ആണ്. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെയാണ് തെറ്റാൻ ചാൻസ് ഉള്ളത് കേട്ടോ. ഈ ബ്രെഡ്ത്ത് നിങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ 1.2 എടുത്തേക്കാം. അങ്ങനെയല്ല, നമ്മൾ ഏത് ഭാഗത്തേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താ പറയാ, ഏത് ഏരിയയിലേക്കാണെന്ന് പറയുമ്പോ ഇങ്ങോട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങോട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ആ കാര്യമാണ് ഈ ഒരു 1000 mm അല്ലെങ്കിൽ 1 മീറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ 1 മീറ്ററും ഈ ഒരു ഡെപ്തും ആണ് നമ്മൾ നോക്കുന്നത്. അതാണ് ഈ 1000 into 500 എന്ന് പറഞ്ഞിരിക്കുന്നത്. So that is 600 mm square. We are providing 10 mm dia bars. Distribution steel ആണ്, കുറച്ചും കൂടെ ചെറുത്. 10 mm dia bars provide ചെയ്തു. That means the spacing is 130 mm. 130 mm ആണ്. So the spacing is least of the following. For distribution bar ആണെങ്കിൽ 5D, 450 and the calculated. 5D എന്ന് പറയുമ്പോൾ 2200 mm, 450, 130. So the least is 130 mm. Provide 10 mm bars at 130 mm center to center distance. Next is check for shear. ഇത് സെയിം ആണ്. നമ്മൾ സ്റ്റെമ്മിൽ എന്താണോ ചെയ്തത് അതേ കാര്യമാണ്. ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ പക്ഷെ നമ്മൾ ഇവിടെ ഷിയർ ഫോഴ്സ് ഏതാ എടുക്കേണ്ടത്? ദ ലോഡ്സ് ആക്ടിംഗ് ഓൺ ദ ടോ സ്ലാബ്. ലോഡ്സ് ആക്ടിംഗ് ഓൺ ടോ സ്ലാബ് ആണ് എടുക്കേണ്ടത്. സോ 1.5 into minus W1 plus W2 plus W3. ഇത് ഏതാണ് ഈ W1, W2, W3 ഏതാ എടുക്കേണ്ടത്? നമ്മൾ തൊട്ട് മുൻപേ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ? ഈ ഒരു കാര്യങ്ങളാണ് W1ന്റെ വാല്യൂ പ്ലസ് W2 പ്ലസ് W3 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഒന്ന് നെഗറ്റീവും ബാക്കി രണ്ടും പോസിറ്റീവും ആണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 95.64 എന്ന് കിട്ടി. സോ ദ എന്താണ് ഡിസൈൻ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 1.5 into 95.64 ആണ്. അതിന്റെ വാല്യൂ 143.43 kilonewton. നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ VU by BD അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. We get tau V equal to 0.32 Newton per mm square. Maximum permissible shear stress, that is tau C max, നമുക്കറിയാം 73 പേജിൽ 2.8 Newton per mm square. ഇതൊക്കെ നിങ്ങൾ കോഡ് തുറന്ന് നോക്കിയിട്ട് എഴുതിയെടുക്കണം കേട്ടോ. അത് കോഡ് തുറന്ന് നമ്മൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ DCS 1ൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് വീണ്ടും ഒരുപാട് ടൈം കളയുന്നില്ല. കാരണം റീറ്റെയിനിങ് വാൾ എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു ഡിസൈൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. Design strength of concrete, that is tau C. Tau C എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ടേബിൾ 19 ആണ്. In order to determine tau C, we have to determine what is 100 AST by BD and that is 0.132. Tau C is 0.28 Newton per mm square. And here tau V is tau V is greater than tau C, hence it is safe. Hence it is unsafe. Okay, നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് tau V should be less than tau C should be less than tau C max. അങ്ങനെയാണെങ്കിലാണ് സേഫ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ അത് അത്രയും സേഫ് അല്ല. ഇറ്റ് ഇസ് നോട്ട് സേഫ്. വി ഹാവ് ടു ഇൻക്രീസ്. അതിന്റെ സേഫ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ടോന്റെ ഡെപ്ത് നമ്മൾ കൂട്ടണം. ഡെപ്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് സേഫ്. അതിന് ഡെപ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനിൽ നമ്മുടെ ഡെപ്ത് കൂട്ടി കൊടുക്കണം. ഓക്കെ, ഓരോന്ന് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് ഡെപ്ത് കൂട്ടി ടോസിയുടെ വാല്യൂയെക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ,
അല്ലെങ്കിൽ ടോസിയുടെ വാല്യൂവിനേക്കാൾ ടോവി എന്തായിരിക്കണം, കുറവായിരിക്കണം. അങ്ങനെയാണ് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഓരോരോ ഡെപ്ത് നമ്മൾ ട്രൈ ചെയ്യുന്നതിന് പകരം വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വാല്യൂ ഓഫ് ടോവി ഹിയർ. ഓക്കെ, ടോസി ഹിയർ, ടോസിയുടെ വാല്യൂ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിമം എത്ര ഡെപ്ത് വേണം എന്നുള്ളത് മനസ്സിലാവും അല്ലെ. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് മിനിമം ഡെപ്ത് 512.27 ആണ് വേണ്ടതെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ പറഞ്ഞു തരാം. When we calculated, we obtained that ടോവി is greater than ടോസി and we need ടോവി ടു ബി ലെസ് ദാൻ ടോസി. ടോസിയേക്കാൾ ചെറുതാവുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഓരോരോ ഡി നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നിന്നിട്ട് ഏത് ഡി ആവുമ്പോഴാണ് ടോസിയേക്കാൾ ചെറുതാവുന്നത് ടോവി എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ടു മേക്ക് ഇറ്റ് ഈസിയർ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ടോസി ഹിയർ ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ മിനിമം ഡെപ്ത്. ഓക്കെ, മിനിമം ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ ടോസി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഡി ഈസ് ഈക്വൽ ടു ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ എഫക്റ്റീവ് കവർ 60 mm കൊടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 572.27 ആണ്. അത് ഞാൻ റൗണ്ട് ചെയ്തിട്ട് 580 mm ആയിട്ട് എടുത്തു. അപ്പൊ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 520 mm. അപ്പൊ ടോ സ്ലാബിന് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി വിചാരിച്ചിരുന്നത് 500 mm ഡെപ്ത് കൊടുക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അത് സേഫ് അല്ല എന്ന് മനസ്സിലായപ്പോ അതിന്റെ ഡെപ്ത് കൂട്ടിക്കൊടുത്തു. ഇപ്പൊ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 580 mm ആണ് വരുന്നത്. ഓക്കെ, 580 mm ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ 580 mm കൊടുത്തു. ഓക്കെ, ഇനി ആ 580 mm വെച്ചിട്ടാണ് ഹീൽ സ്ലാബും ഡിസൈൻ ചെയ്യേണ്ടത്. ഹീൽ സ്ലാബും അതുപോലെ നമ്മളിപ്പോ എന്താണോ പറഞ്ഞത് ആ ഒരു രീതി തന്നെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എന്താ വേണ്ടത്. ഈ ഒരു ഭാഗത്തുള്ള ലോഡും വെച്ചിട്ടുള്ള ഡിസൈൻ ആണ്. ഈ ഒരു പോയിന്റിലേക്കാണ് ഇവിടെ മൊമെന്റ് എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഏതൊക്കെ ലോഡ് വരും നോക്കാം. അതിങ്ങനെയാണ്, ഇത്രയും. ഇപ്പൊ എന്താണ്, താഴേക്ക് ഈ ഒരു എർത്ത് കാരണം ലാറ്ററൽ ഫോഴ്സ് മാത്രമല്ല താഴേക്ക് ഒരു വെർട്ടിക്കൽ ലോഡ് കൂടെ വരുന്നുണ്ട് അല്ലെ, വെർട്ടിക്കൽ ലോഡ് കൂടെ വരുന്നുണ്ട്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ദിസ് ആസ് W1. ഇവിടെയുള്ള W1 കാര്യങ്ങളൊക്കെ മറന്നു കേട്ടോ. ഡിസൈൻ ഓഫ് ഹീൽ സ്ലാബ് എന്ന പുതിയ ടോപ്പിക്കായി, അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പുതിയ W1 എടുക്കാം. And the center of gravity, so it is acting at a distance of x1 which is at the center of 2.05. അതാണ് അതിന്റെ ഡിസ്റ്റൻസ്. സോ സെന്റർ ഓഫ് 2.05 x1 ആക്ട് ചെയ്യുന്നത്. Then we require W2 which is the weight of the concrete. ഇതെന്തായിരുന്നു, വെയിറ്റ് ഓഫ് എർത്ത് മെറ്റീരിയൽ ആണ്. എർത്ത് ആണ് ഇവിടെ ഉള്ളത്, എർത്ത് എംബാങ്ക്മെന്റ് ആണ്. സോ weight of earth embankment W1, weight of concrete W2, x2, and here soil pressure, upward soil pressure W3, which is acting at the center of the rectangular portion. Now this is W4, which is acting at x4. Okay, here we can see that is towards this side. So we have to find the distance. x4 will be 1/3 of the width. Okay, ഈ വിഡ്ത്തിന്റെ 1/3 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്തായിരുന്നു, ബേസിന്റെ അല്ല ടോപ്പിലേക്കാണ്, അതിന്റെ ടോപ്പിലേക്കാണ് ഡിസ്റ്റൻസ് എടുക്കേണ്ടിയിരുന്നത്. സോ ദാറ്റ് വാസ് 2/3. ദിസ് ഇസ് 1/3. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദാറ്റ് ഇസ് ബേസിക് തിങ്സ് അബൌട്ട് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാങ്കിൾ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ഇനി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് M1 എന്ന് പറയുമ്പോൾ മൊമെന്റ്. അപ്പൊ W1 into x1, W1 is ഡെൻസിറ്റി into വോള്യൂം. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 16, കാരണം ഇത് എർത്ത് എംബാങ്ക്മെന്റ് ആയതുകൊണ്ട് ഡെൻസിറ്റി 16. വോള്യൂം 2.05 into 5.5 അല്ലെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5.5 into 1. ഇവിടെ ബേസ് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ എർത്ത് എംബാങ്ക്മെന്റ് മാത്രമേ നോക്കണ്ടു. ഇതിന്റെ മുകളിൽ വരുന്ന വെയിറ്റ് ആണ്. സോ 5.5 into 1 എന്ന് പറയുമ്പോൾ അങ്ങോട്ട്. അപ്പൊ വോള്യൂമായി വി ഗെറ്റ് 180.4 ആണ്. ഇനി എന്താ, മൊമെന്റ് വേണമെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ദ ഹീൽ സ്ലാബിന്റെ എൻഡിലേക്കുള്ളത് അല്ലെങ്കിൽ സ്റ്റെം സ്ലാബ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്കാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത്. സോ ദാറ്റ് ഇസ് 2.05ന്റെ പകുതി. ഓക്കെ, 2.05/2 ഈ ഒരു ഡിസ്റ്റൻസ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ദാറ്റ് മീൻസ് the point where the center of gravity of the whole earth material acts. ആ ഒരു പോയിന്റ് സ്റ്റെമ്മിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് എന്ന കാര്യമാണ് നോക്കുന്നത്. സോ വി ഗെറ്റ്
184.91 and it acts എങ്ങനെ ആക്ട് ചെയ്യുന്ന നോക്കി ഡൗൺവേർഡ് ആയിരുന്നു ഡയറക്ഷൻ ഈ പോയിന്റിലേക്കാണ് അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ ദാറ്റ് ഇസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ്പൊ ക്ലോക്ക് വൈസ് നമ്മൾ മെൻഷൻ ചെയ്തു നെക്സ്റ്റ് ഇസ് M2 എന്ന് പറയുമ്പോൾ എന്താണ് ഈ ബേസ് പോർഷൻ ആണ് M2 is W2 into X2 that is W2 means 25 ഇത് കോൺക്രീറ്റ് ആണ് 25 into 2.05 into 0.58 ടോട്ടൽ ഇപ്പൊ പുതിയ ഡെപ്ത് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് 0.58 ആണ് നമുക്കറിയാം into 1 അങ്ങോട്ട് into 1 അതാണ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് into 2.05 by 2 that is the perpendicular distance we get 30.47 that to clockwise direction ഈ ഒരു പോയിന്റിലേക്കാണ് clockwise direction next we get M3 എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെസ് ആണ് ഓക്കെ സ്ട്രെസ് ആണ് സ്ട്രെസ് ഇൻടു ഏരിയ ആണ് വേണ്ടത് അപ്പൊ അതും ഇങ്ങോട്ടാണ് അല്ലെ സ്ട്രെസ് ഇൻടു ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റിലേക്കാണ് സ്ട്രെസ് 42.01 ആണ് വരുന്നത് ഓക്കെ കാരണം എന്താ ഇത്രയാണ് 42.01 സ്ട്രെസ് ഇൻടു ഏരിയ ദാറ്റ് ഇസ് 2.3 ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പൊ 2.05 ഡിസ്റ്റൻസ് ഇൻടു 1 അങ്ങോട്ടുള്ള 1 മീറ്റർ അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 86.28 ഇത് ഇത്രയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻടു 2.05 by 2 കാരണം ഇതും ഒരു റെക്ടാംഗിൾ ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ആക്ടിങ് അറ്റ് ദ സെന്റർ ഇൻടു ഇങ്ങോട്ട് ഇത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് ആണ് ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് ടു ദിസ് പോയിന്റ് അങ്ങനെയാകുമ്പോൾ ഇറ്റ് ഇസ് ആക്ടിങ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 88.44 കിലോന്യൂട്ടൺ മീറ്റർ പിന്നെ ലാസ്റ്റ് ഇസ് W4 into X4 അതാണ് ഈ ബേസ് ബോട്ടം പോർഷൻ ദാറ്റ് ഇസ് ട്രയാങ്കിൾ W4 into X4 അപ്പൊ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഡെപ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഈ ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ് 76.38 ആണ് ഓക്കെ അപ്പൊ 76.38 മൈനസ് 42.01 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രെസ് കിട്ടും ദാറ്റ് ഇസ് 34.29 ആണ് ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് സോ 34.29 into ഹാഫ് ബേസ് into ഹൈറ്റ് അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ് ഈ ഒരു ട്രയാങ്കിൾ കിട്ടും അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 2.05 ആണ് ഇൻറ്റു 1 ആണ് ഇൻറ്റു 2.05 ഇൻറ്റു ബൈ 3 പറയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഫ്രം ബേസ് ആണ് നമുക്ക് എടുക്കേണ്ടത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് സോ 2.05 by 3 ആണ് വി ഗെറ്റ് 24.02 ആൻഡ് ദിസ് ഓൾസോ ആക്ട്സ് ഇൻ ദി ഏത് ഡയറക്ഷൻ ആണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നൗ നെറ്റ് മൊമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ വരുന്നത് ടോട്ടൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവ് ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് എഴുതി അപ്പൊ നമുക്ക് കിട്ടുന്ന 102.92 കിലോന്യൂട്ടൺ മീറ്റർ അതിനെ ഡിസൈൻ മൊമെന്റ് ആക്കുമ്പോൾ 154.38 കിലോന്യൂട്ടൺ ഇനി സെയിം ആസ് നമ്മൾ മുൻപ് എന്താണോ ചെയ്തത് അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്തിന് വേണ്ടി ചെക്ക് ചെയ്യുന്ന പുതിയ മൊമെന്റ് വെച്ചിട്ട് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തു എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് റിക്വയർഡ് പറയുമ്പോൾ 236.54 ആണ് വി ഹാവ് ഓൾറെഡി പ്രൊവൈഡഡ് 520 mm അതുകൊണ്ട് അത് സേഫ് ആയി ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ പക്ഷെ മൊമെന്റിന്റെ വാല്യൂ വ്യത്യാസമാണ് അത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ഏരിയ ഓഫ് സ്റ്റീൽ അറിയില്ല അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 851.19 mm സ്ക്വയർ 12 mm ഡയാബാർസ് പ്രൊവൈഡ് ചെയ്തു 132.87 ആണ് മിനിമം സ്പേസിംഗ് അപ്പൊ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് 3 ക്രൈറ്റീരിയ ആണുള്ളത് 3D 300 കാൽക്കുലേറ്റഡ് അപ്പൊ അതിൽ ഏറ്റവും സ്മോൾ എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് ആണ് 130 ആണ് അപ്പൊ അത് പ്രൊവൈഡ് ചെയ്തു ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീല് സിമിലർ ആയിട്ട് അത് തന്നെ കൊടുത്തു പിന്നെന്താ ചെയ്യാ ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീലിലും ലീസ്റ്റ് സ്പേസിംഗ് 112.8 അതിനെ 110 എന്ന് എടുത്തു അങ്ങനെ ഇതിൽ ലീസ്റ്റ് ഏതാണ് 110 ആണ് സെയിം നമ്മൾ മുമ്പ് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇനി ചെക്ക് ഫോർ ഷിയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസമുള്ളത് ഇവിടെ ഷിയർ എന്ന് പറയുമ്പോൾ -W1 -W2 +W3 +W4 നമ്മൾ ആ ഒരു ഫിഗറിൽ കണ്ട W1 W2 W3 W4 ആണ് എടുക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -133.06 ആണ് വരുന്നത് പക്ഷെ നമ്മൾ എന്റെ നെഗറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വാല്യൂ മാത്രം എടുത്താൽ മതി ദാറ്റ് ഇസ് 133.06 ടോ വി ബൈ ബി ഡി ചെയ്തു അപ്പൊ നമുക്ക് 0.26 കിട്ടി ടോ സി മാക്സ് 2.8
ആൻഡ് ടോ സി എന്ന് പറയുന്നത് ടേബിൾ 90യിൽ നിന്ന് നമുക്ക് 0.163 കിട്ടി. അപ്പൊ അങ്ങനെയാവുമ്പോ എന്താണ് എന്താ പറയാ, ടോ സി എന്ന് പറയുമ്പോൾ 0.3 കിട്ടി. സോ ടോ വി ഇസ് ലെസ് ദാൻ ടോ സി ലെസ് ദാൻ ടോ സി മാക്സ്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹെൻസ് സേഫ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സേഫ് ആണ്. നമ്മൾ എന്താ ചെയ്തത്, ഇപ്പൊ 3 കാര്യങ്ങളും ഡിസൈൻ ചെയ്തു. ഇനി അതിന്റെ ഡീറ്റെയിലിംഗ് നോക്കണം. ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ ഇങ്ങനെയാണുള്ളത്. സ്റ്റീലിന്റെ ഐ മീൻ സ്റ്റെം പോർഷൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്റ്റെമ്മിൽ നമ്മൾ എന്താ കൊടുത്തത്, ഇങ്ങനെയുള്ളത്. ഓക്കെ, മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ആണ് വെർട്ടിക്കലി നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത്. 16 mm ബാർ അറ്റ് 150 mm സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ടോപ്പിലായതുകൊണ്ടാണ്. കാരണം കർട്ടെയിൽമെന്റ് ചെയ്തിട്ടുണ്ട്. അതേ കാര്യം നമ്മൾ ബോട്ടത്തിൽ കൊടുക്കുമ്പോൾ 16 mm ഡയ ബാർ അറ്റ് 75 mm സെന്റർ ടു സെന്റർ സ്പേസിംഗിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ 10 mm ഡയ ബാർസ് അറ്റ് 150 mm ലാണ് കൊടുത്തിരിക്കുന്നത്. ടോ സൈഡിലും കൂടെ നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ടെമ്പറേച്ചർ റെസിസ്റ്റൻസും അങ്ങനെ ഏതെങ്കിലും ഒരു ഡാമേജ് വരാത്ത രീതിയിൽ മിനിമം റെയിൻഫോഴ്സ്മെന്റ് ആണ് ആ ടോ സൈഡിലേക്ക്. അതായത് നമ്മുടെ എർത്തിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ എർത്തിനെ ഫേസ് ചെയ്യാത്ത ഭാഗം ടോ സൈഡിലേക്ക് വരുന്ന ആ ഒരു അവിടെ മിനിമം റെയിൻഫോഴ്സ്മെന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ബേസ് നോക്കുകയാണെങ്കിൽ ടോ സ്ലാബ് ഉണ്ട്, ഹീൽ സ്ലാബ് ഉണ്ട്. ടോ സ്ലാബിലെ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ബോട്ടത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഹീൽ സ്ലാബിലെ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് അതിന്റെ ടോപ്പിലും ബോട്ടത്തിലും അല്ലാത്ത പോർഷനിലെല്ലാം മിനിമം റെയിൻഫോഴ്സ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കുക. ടോ സ്ലാബിൽ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് എത്രയാണ്, 12 mm ആണ് പ്രൊവൈഡ് ചെയ്തത് അറ്റ് 190 mm സെന്റർ ടു സെന്റർ. അതാണ് ഈ മെയിൻ ആയിട്ട് ഇവിടെ വരച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആണ് ഡോട്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹീൽ സ്ലാബിൽ ടോപ്പിലാണ് മെയിൻ റെയിൻഫോഴ്സ്മെന്റ്, അത് നോക്കുക. ബാക്കിയുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആണ്. പിന്നെ ഇവിടെ കർട്ടെയിൽമെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. കർട്ടെയിൽമെന്റിന്റെയാണ് കാണിച്ചിരിക്കുന്നത്. കർട്ടെയിൽമെന്റ്സ് കാണിച്ചത് നമ്മൾ പഠിച്ച സമയത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. കർട്ടെയിൽമെന്റ് നിങ്ങൾക്ക് ഇങ്ങനെ 2 തവണ മാത്രമൊന്നും അല്ല കേട്ടോ, ഒരുപാട് തവണ, മാക്സിമം എക്കണോമിക്കൽ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ കൊടുക്കാം. ഓക്കെ, ഒരുപാട് തവണ ഓരോ മൊമെന്റിലും നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് കർട്ടെയിൽമെന്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.